ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിപ്പോൾ കുറേ എത്തി അല്ലേ? സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇത്രയും നീണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഡേ മുഖ്യമന്ത്രി പറഞ്ഞ കേട്ടില്ലേ, ഈ ഡിസംബർ വരെ എന്തായാലും സ്കൂളുകൾ തുറക്കാൻ പോകുന്നില്ല, പക്ഷേ പരീക്ഷകൾ സമയാസമയത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് വെച്ച് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഓൺലൈൻ ഫോമിലെത്തിയിട്ടുണ്ട്. നമ്മൾ മെട്രിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ലാസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 60 സ്റ്റുഡൻസിൽ ഒരു 45 സ്റ്റുഡൻസ് വരെ നോട്ട് ബുക്ക് അയച്ചു തരുന്നുള്ളൂ. അപ്പം അത് നല്ലൊരു രീതിയല്ല എന്ന് ആദ്യമേ പറയട്ടെ. അപ്പോൾ ഇത് ഓരോ ദിവസത്തെ ക്ലാസ് കിട്ടുമ്പോഴും അതിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പരീക്ഷ എന്തായാലും മാർച്ച് ഏപ്രിൽ മാസത്തുണ്ടാവും. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ ഇനി വൈകാൻ പാടില്ല, പെട്ടെന്ന് പഠിച്ചു തീർക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററോട് തീർക്കാം. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റൊക്കെ പറഞ്ഞ എന്താ? എലമെൻ്ററി ഓപ്പറേഷൻസ്. ദർ ആർ 2 ഓപ്പറേഷൻസ്. ഒന്ന് റോ ഓപ്പറേഷൻ, മറ്റൊന്ന് കോളം ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ റോ ഓപ്പറേഷൻ്റെ പ്രോബ്ലംസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ? അതിലെല്ലാം നമ്മൾ 2x2 ഓർഡേർഡ് മെട്രിക്സ് ആയിരുന്നു യൂസ് ചെയ്തത്. നൗ we can take a 3x3 ordered matrix and hence we are going to find its inverse if it exists. അല്ല, ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആസ് വി നോ, എല്ലാ മെട്രിക്സുകൾക്കും എന്തില്ല, ഇൻവേഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുമെന്നുള്ള ധാരണയിൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് ക്യാപിറ്റൽ എ ബൈ യൂസിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷൻ നിർത്താം. പിന്നെ എലമെൻ്ററി കോളം ഓപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഈ ചാപ്റ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാം. സോ അല്ലേ, ഞാനിപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിലാണുള്ളത്. സെക്കൻഡ് ഇയർ സയൻസിൻ്റെ ക്ലാസ് റൂമിലാണുള്ളത്. ഇപ്പോൾ ക്ലാസ് റൂമിൽ കുറേ ബെഞ്ചും ഡെസ്കും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനുണ്ട്. ഭയങ്കര ബോറടിക്കുവാണ് ഇപ്പോൾ നിങ്ങളെ കാണാത്തതുകൊണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ ഈ ഒരു അവസ്ഥ മാറിക്കിട്ടായിട്ട് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? Find A inverse if A is equal to 0, 1, 2, 1, 2, 3, 3, 1, 1 using elementary row operations. So there are several steps to find inverse by using elementary operations. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിനകത്തുള്ള സ്റ്റെപ്സ്? Any 2 rows or columns. Now we are discussing about row operation. നമുക്ക് റോയിലുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ മെട്രിക്സിലുള്ള ഏതെങ്കിലും 2 റോകൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് പഠിച്ചത് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ്ലി നമ്മളെ ഫോമിൽ എന്തായിരുന്നു? ആദ്യം നമ്മൾ എടുക്കുന്നത് എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. വാട്ട് ഇസ് ഐ? എസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3x3. ഇപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓഫ് ദ ഫോം 3x3 ഓർഡർ നൗ and hence we are taking its identity matrix also in the form 3x3 ordered form. അപ്പോൾ എങ്ങനെ എഴുതാം? വാട്ട് ഈസ് എ? എ ഈസ് 0, 1, 2, 1, 2, 3, 3, 1, 1. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ഐ. നമ്മളിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഐ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1, 0, 0, 0, 1, 0, 0, 0, 1 ഐ ഇൻറ്റു എ. ഇനി വീണ്ടും എ എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു പ്രാവശ്യം എ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. അപ്പോൾ എ ആസ് ഇൻ ദ ക്വസ്റ്റ്യൻ 0, 1, 2, 1, 2, 3, 3, 1, 1. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിയർ ആക്കി വെച്ചു. വാട്ട് ഈസ് അവർ എയിം? ടു ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം അല്ലേ? അതിന് നമ്മളിപ്പോൾ ഇവിടെ ഈ മെട്രിക്സിനെ ചേഞ്ച് ചെയ്തിട്ട് എലമെൻ്ററി ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇത് 1, 0, 0 എന്നാക്കണം. ഇവിടെ 0, 1, 0 എന്നാക്കണം. ഇത് 0, 0,
1 കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രം മതി, ഓട്ടോമാറ്റിക് ഇത് മാറിക്കോളും. ആൻഡ് ദിസ് വിൽ ബി ദ ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ് എ ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ പ്രിലിമിനറി എയിം ഈസ് ടു കൺവേർട്ട് ദിസ് മെട്രിക്സ് ആസ് ഓഫ് ദ ഫോം എ യൂണിറ്റ് മെട്രിക്സ് ഹൂസ് ഓർഡർ ഈസ് 3/3. ഇപ്പോൾ എന്താ യൂണിറ്റ് മെട്രിക്സ്? 1 0 0. ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് 0 ആസ് 1. ഇതിനെ 1 ആക്കണം അല്ലേ? 1 0 0. അപ്പോൾ അങ്ങനെ 1 ആക്കാൻ നമ്മളിങ്ങനെ നോക്കിയെന്നൊരു കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സി ദിസ് റോ, ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, തേർഡ് റോ അല്ല. എന്താണ് റോ പറഞ്ഞത്? എന്തുകൊണ്ട് കോളം പറഞ്ഞിട്ടില്ല? ബിക്കോസ് വാട്ട് ക്വസ്റ്റൻ ഈസ് ഓഫ് ദ ഫോം എലമെൻ്ററി റോ ഓപ്പറേഷൻ. എലമെൻ്ററി റോ ഓപ്പറേഷൻ. അപ്പോൾ റോൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോ when this first row is converted as second row and vice versa, ഇവിടെ 1 വരും അല്ലേ? ഈ സെക്കൻഡ് റോനെ ഇപ്പുറത്ത് കൊണ്ടുവരികയും ഫസ്റ്റ് റോനെ ഇപ്പുറത്ത് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ കാര്യം നടക്കും. സോ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ചെയ്യാൻ പോകുന്നത്, this R1 first row is converted as second row and the R2 is converted to first row. അപ്പോൾ 1 2 3 0 1 2 3 1 1 is equal to, അപ്പോൾ ഇതിലും ആ മാറ്റങ്ങൾ വരുത്തണം. 0 1 0 1 0 0 0 0 1 ഇൻറ്റു എ. ഇപ്പം എന്താണ് നമ്മളെ ഓപ്പറേഷൻ? എന്താണ്? R1 and R2 are interchanged. R1 and R2 are interchanged. അപ്പോൾ ആ ഓപ്പറേഷൻ ഇവിടെ മെൻഷൻ ചെയ്യണം. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ കാര്യം. ഓക്കെ അല്ലേ? എന്നാ 1 0, ഇനി ഇത് 0 ആക്കണം. ദിസ് മീൻസ് R3 അല്ലേ? ഇവിടെ 1 ഉള്ളത്, ഇവിടെ 3 ആയിരുന്നുവെങ്കിൽ എന്താ ചെയ്താൽ മതി? 3 - 3 അങ്ങനെ ഇവിടെ 0 ആക്കാൻ പറ്റും. So firstly we are going to multiply first row by the number 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെല്ലാം ഇത് 3 ആവും, ഇത് 6 ആവും, ഇത് 9 ആവും. എന്നിട്ട് R3 ആൻഡ് R1 യൂസ് ചെയ്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 6 9 ആയി. ഇനി മൈനസ് ചെയ്തോ? 3 - 3 ഇപ്പോൾ 0 ആവും. 1 മൈനസ് ഇവിടെ 6 ഉണ്ടാവുക, -5 വരും അല്ലേ? അതുപോലെ 1 - 9 ഉണ്ടാവും, -8 വരും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആ ഓപ്പറേഷൻ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ അതിനോട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് കാര്യം. ദിസ് R3, ഈ R3നെ നമ്മൾ മാറ്റുന്നു. R3 എങ്ങനെ മാറ്റുന്നു? ദിസ് R3 - 3R1. ഈ R3നെ R3 - 3R1 ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ആക്കുന്നു. ഫോർ വാട്ട്? ടു ഗെറ്റ് ദിസ് നമ്പർ ആസ് 0. അതിനെ 0 ആക്കാൻ വേണ്ടി. സോ എന്താവും നമുക്കിപ്പോൾ? അപ്പോൾ ഇതൊക്കെ അങ്ങനെ വരും. 1 2 3 0 1 2. ഇത് 3 മൈനസ് ഇത് 3 ആയി 0. 1 മൈനസ് ഇവിടെ 6 -5. 1 - 9 -8 ഈക്വൽ ടു. സിമിലർലി ഹിയർ ഇതതുപോലെ 0 1 0 1 0 0 എന്ത് ചെയ്യണം? ഇവിടെ ഫുൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 3 0. ഇനി സബ്ട്രാക്ട് ചെയ്തോ? മൈനസ് ചെയ്തോ? 0 - 0 0 0 - 3 -3 1 - 0 1. യെസ്. സോ ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ. R3 gives R3 - 3R1. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് പോകും. ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കിട്ടി. ഓക്കെ. ഇപ്പോൾ ബോർഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ബാക്കി എഴുതാം. ഓക്കെ. ലാസ്റ്റ് ലൈൻ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഇതാണ് ലാസ്റ്റ് ലൈൻ അല്ലേ? ദാറ്റ് ഈസ് 0 1 0 1 0 0 0 -3 1. R3 gives R3 - 3R1. ഓക്കെ അല്ലേ? ഇനി യെസ്
സോ 1 0 0 0 1 0. ഇനി ഇതിനെ നമുക്ക് 0 ആക്കണം. ഇതിനെ നമുക്ക് 0 ആക്കാൻ എന്ത് ചെയ്യണം? ഈ 2നെ 0 ആക്കാൻ ഇവിടെ നോക്കി, ഇവിടെ 2 ഉണ്ടായിരുന്നുവെങ്കിൽ ഇതും മൈനസ് ആയിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വാട്ട് ഹാപ്പൻഡ് വെൻ വി മൾട്ടിപ്ലൈ സെക്കൻഡ് റോ ബൈ 2? 0 into 2 2, 1 0 into 2 0, 1 into 2 2, 2 into 2 4. അപ്പോൾ ഇത് 0 ആവും, ഇത് 2 ആവും, ഇത് 4 ആവും. എന്നിട്ട് ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും നോക്കാം. മാട്രിക്സ് ഇതതുപോലെ എഴുതാം. ഇതൊക്കെ അതുപോലെ എഴുതാം. 0 1 2 അതുപോലെ എഴുതാം. 0 -5 -8 ഈക്വൽ ടു ഇതൊക്കെ അതുപോലെ എഴുതാം. 1 0 0 0 -3 1. ദെൻ എ ഇവിടെ എ ഉണ്ട്. എ ഇൻറ്റു എ അല്ലേ. അപ്പോൾ ഈ R1 ആണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. R1 എങ്ങനെ മാറ്റുന്നു? ദിസ് R1 ഈ R1 മൈനസ് 2R2. അല്ല, ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 2 ഇത് 4 ആവും. അപ്പോൾ ഇത് മൈനസ് ചെയ്താട്ടെ, എന്താവും? 1 മൈനസ് 0 ഇത് 1 തന്നെ. 2 മൈനസ് ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോൾ ദിസ് ബിക്കംസ് 2. 2 മൈനസ് 2 ഇവിടെ 0 ആയി. ഇവിടെയോ 3 മൈനസ് ഇത് 4 ആവും. 3 മൈനസ് 4 -1. അതുപോലെ അതേ മാറ്റം ഇവിടെയും വരും. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇത് 0 0. അപ്പോൾ 0 മൈനസ് 2 ഇത് -2. 1 മൈനസ് ഇത് 0 തന്നെ. 1 മൈനസ് 0 1. 0 മൈനസ് 0 0. അങ്ങനെ എന്ത് കിട്ടിയപ്പോൾ R1 ഗേവ്സ് R1 മൈനസ് 2R2 ചെയ്തപ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടി. സി 1 0 0 0 1. ഇനി ഇതിനെ 0 ആക്കണം. ഇതിനിപ്പോൾ 0 ആക്കാൻ ഇത് 5 ആണെങ്കിൽ -5 + 5 0 ആവും. അപ്പോൾ ഇത് 5 ആക്കാം. അങ്ങനെ സെക്കൻഡ് റോനെ ഫുൾ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. സെക്കൻഡ് റോനെ ഫുൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 0 ആവും, 5 ആവും, ഇത് 10 ആവും. എന്നിട്ട് ആഡ് ആക്കുമ്പോൾ എന്ത് വരും? 0 + 0 0 വരും. ഇത് 5 + -5 ഇത് 0 ആയിക്കോളും. ഇവിടെ 10 + -8 2 ആവും. അപ്പോൾ നമുക്ക് ആ വഴി ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? മാട്രിക്സ്. അപ്പോൾ എന്താ നമ്മളെ എയിം? ഇതാണ് മാറ്റേണ്ടത് അല്ലേ. 0 1 0 0 0 1 ഇത് 0 ആക്കണം. അപ്പോൾ ഇത് രണ്ടോ അതുപോലെ എഴുതി നോക്കാം. 1 0 -1 0 1 2 അതുപോലെ എഴുതാം. ഈക്വൽ ടു ഇതതുപോലെ -2 1 0 1 0 0 എ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ദിസ് R3 അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു. R3 ഗേവ്സ് എന്ത് ചെയ്യണം? R3 plus 5R2. R3 plus 5R2. അപ്പോൾ R3 plus 5R2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്തായി? 0 plus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 0 തന്നെ. അപ്പോൾ 0 + 0 0. ഇപ്പോൾ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ അപ്പോൾ ഇത് 5 ആയിട്ടുണ്ടാവും. 0 5 10 ആവും. അപ്പോൾ -5 + 5 ഈസ് ഓൾസോ 0. -8 + 10 that is 2. സിമിലർലി ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5 0 0. അപ്പോൾ 0 + 5 5 -3 + 0 -3 1 + 0 1 ആണ്. അപ്പോൾ ആ ഫോമിലേക്ക് നമ്മൾ എത്തി അല്ലേ. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഓക്കെ, നോക്കാം. സോ 1 0 0 0 1 0 0 0 1. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? 0 ആക്കണം അല്ലേ. അപ്പോൾ ഇതിനെ 0 ആക്കാൻ എന്താ ചെയ്താൽ മതി? ഇപ്പോൾ എവിടെയോ ഇപ്പോൾ ഇവിടെ സപ്പോസ് ദിസ് ഈസ് 1, ഇത് 1 ആണെങ്കിൽ -1 + 1 ബിക്കംസ് 0 ആവും. അപ്പോൾ ഇതിനെ 1 ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഇത് കുറേ 0കളുണ്ട്, ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിനെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, എല്ലാത്തിനും /2 ആക്കിയാൽ മതി. /2 അപ്പോൾ ഇത് 1 ആയിക്കോളും. സോ R3 നമുക്ക് എന്ത് ചെയ്യണം? R3നെ
R3/3 ആക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് മാറ്റാൻ പോകുന്നത്. ബാക്കിയെല്ലാം അതുപോലെ വെക്കാം. 0 1 2 0 0 2 ഈക്വൽ ടു ഇത് മാറ്റണം. -2 1 0 1 0 0 5 ഇത് മാറ്റണം. -2 1 0 മാറ്റണം. 1 0 0 5 -3 1 ഇൻറ്റു. അപ്പോൾ എന്ത് ചെയ്യണം? R1 സ്പ്ലിറ്റ് ആക്കണം. R1 മാറ്റണം. R1 ഗീവ്സ്, എന്നിട്ട് R1 പ്ലസ് ഈ R3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. R3/2. R3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് പറ്റും? 0 0 ഇത് 1 ആവും. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ പറ. അപ്പോൾ ഇത് 0/2, ഇത് 0 തന്നെ. 1 + 0 1 തന്നെ. ഇത് 0, ഇത് 0/2 0 ആണ്. 0 + 0 0. ഹിയർ -1. ഇത് 2/2 1 ആയി. -1 + 1 എന്തായി? 0. അതുപോലെ ഇവിടെ ഇപ്പോൾ ഇതിവിടെ /2 ആക്കിയിട്ടുണ്ട്. /2 ഇത് 5/2 ആണ്. അപ്പോൾ -2 + 5/2. യെസ്, -2 + 5/2 വരും അല്ലേ. ഇപ്പോൾ ഇവിടെ എഴുതണ്ടേ? യെസ്, ഇവിടെ എഴുതാം. -2 + 5/2. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 2 തന്നെ അല്ലേ. 2 തന്നെ. -2 × 2 -4 + 5 × 1 5. അപ്പോൾ എന്താ? -4 + 5 - 1. ഇത് 1/2 ആവും. ഇവിടെ 1/2. ഓക്കെ. ഇതോ 1 പ്ലസ് ഇത് -3/2 വരും. -3/2. അപ്പോൾ എന്തായി? 2 ഈസ് കോമൺ ഡിനോമിനേറ്റർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 2 പ്ലസ് -3 × 1 -3. ഇത് -3. അപ്പോൾ 2 - 3 that is -1/2. So this becomes -1/2. -1/2. Similarly ഇവിടെയോ ഇത് 0 പ്ലസ് ഇത് 1/2 അല്ല, 2 വരുമല്ലോ. 1/2. 0 + 1/2 1/2. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും സ്റ്റെപ്പിലെത്തി. ഇപ്പോൾ 1 0 0 0 1 0 0. ഞാൻ ഇത് 0 ആക്കണം, പിന്നെ ഇത് 1 ആക്കണം. ഓക്കെ, മനസ്സിലാകുന്നില്ലേ? ബോർഡർ ക്ലീൻ ചെയ്യാം. ഓക്കെ, നോക്കാം. ഇപ്പോൾ ഇവിടെ എത്തി. 1 0 0 0 1 0 0. ഇത് 0 ആക്കണം, ഇത് 1 ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? ഇതിനെ 1 വരുത്താം. ആദ്യമേ ഇതിനെ 1 വരുത്തിയാലും മതിയായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഇതിനെ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ മൊത്തം 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 1 ആവും. 1 0 0 എന്നാവും. 0 0 1 എന്നാവും. അപ്പോൾ ഇതിന് നമുക്ക് മൊത്തം എന്ത് ചെയ്യാം? /2 ചെയ്യാം അല്ലേ. അപ്പോൾ R3യെ മാറ്റി എഴുതാം. ദറ്റ് ഈസ് 1 0 0 0 1 2. ഇത് പിന്നെ മാറ്റാം. ഈക്വൽ ടു 1/2 -1/2 1/2 1 0 0 into a. So now R3 gives R3/2 ആക്കാം. ഇതിനെ /2 ആക്കാം. R3നെ R3/2 ആക്കുമ്പോൾ ഇത് 2/2 1 ആവും. അപ്പോൾ എന്താവും? ഇത് 0/2 0 തന്നെ. 0/2 0 തന്നെ. 2/2 1. ഇവിടെ ബാക്കിയുള്ളതുപോലെ അല്ലേ. 5/2 -3/2 1/2. R3 gives R3/2. അപ്പോൾ ആ ഫോമിലേക്ക് എത്തിച്ചു. നൗ ഇപ്പോൾ 1 0 0 0 1 0 0. ഇത് 0 ആക്കിയാൽ മതി. ഇത് 0 ആക്കാൻ എന്ത് ചെയ്യണം? ഇത് 0 ആക്കാൻ ഇവിടെ 2 ആണെങ്കിൽ 2 - 2 0. അപ്പോൾ ഇവിടെ 2 ആക്കാൻ വേണ്ടി × 2 നമുക്ക് വേണേൽ കൊടുക്കാം. × 2 കൊടുക്കുക, എന്നിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 1 0 0. ഇത് അതുപോലെ തന്നെ നോക്കാം, പൊളിച്ചെഴുതണം. 0 0 1 ഈക്വൽ ടു ഇവിടെ 1/2 -1/2 1/2. ഇത് മാറ്റി എഴുതാം. 5/2 -3/2 1/2. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ദിസ് R2 is going to be splitted.
R2 മാറ്റി എഴുതുന്നു. R2 R2 മൈനസ് 2R1 എന്നാക്കാം, 2R3. അപ്പോൾ R2 ഇതിനെ മൈനസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2 മൈനസ് 2 0 വരും. അപ്പോൾ ഇതിനെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 0 2 നേരത്തെ കണ്ട പോലെ വരും. ഇനി മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ 0 മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ 0 തന്നെ, 2 0 മൈനസ് 0 0, 1 മൈനസ് 0 1 മൈനസ് 0 1, 2 മൈനസ് ഇത് 2 ആയിട്ടുണ്ടാവും, 2 മൈനസ് 2 0. ഇതിലതുപോലെ എന്താവും, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 ഇൻറ്റു 5/2, 2 ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 തന്നെ. അപ്പോൾ 1 മൈനസ് 5 മൈനസ് 4. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കട്ടായി, ബാക്കി മൈനസ് 3, 0 മൈനസ് 3 ദാറ്റ് ഇസ് 3. ഇതിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കട്ടായി, 0 മൈനസ് 1 മൈനസ് 1. അപ്പോൾ ഈ ഫോമിലേക്ക് നമ്മൾക്ക് കിട്ടി. ഓക്കെ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ലൈൻ നോക്ക്. ലാസ്റ്റ് ലൈനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് that is 1 0 0 0 1 0 0 0 1 becomes what? Identity function. So this is identity matrix, that is I എന്ന് പറയാം. I equal to ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് ആയിട്ട് വരിക, A ഇൻവേഴ്സ് ഇൻറ്റു A. സോ A ഇൻറ്റു A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു I ഫോമിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ മനസ്സിലായത്? ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടി. I ഇസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു A. അപ്പോൾ എയും വേറൊരു നമ്പറും എയും വേറൊരു മെട്രിക്സ് മൾട്ടിപ്പിൾ ആക്കുമ്പോൾ ഐഡൻറ്റിറ്റി വന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5ഉം വേറെ എന്തോ ഒരു സാധനം മൾട്ടിപ്പിൾ ആക്കുമ്പോൾ വി ഗോട്ട് 1 എന്ന് വിചാരിച്ചോ. 5 ഇൻറ്റു അനദർ നമ്പർ വിൽ റിസൾട്ട്സ് 1 മീൻസ് എന്താണ് അർത്ഥം? ഇത് 1/5 ആയിരിക്കൂലേ. 5 ആൻഡ് 5 കട്ടാവും, അങ്ങനെ 1 വരും. അല്ല 1/5 എങ്ങനെ എഴുതുക? 5 raised to minus 1 എന്ന് പറയാം, 5 raised to minus 1 എന്ന് പറയാം അല്ലേ. സോ A raised to minus 1, A ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ആര്? A ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് A ഇൻവേഴ്സിന് എങ്ങനെ എഴുതാം? സോ A ഇൻവേഴ്സ് ഈക്വൽ ടു A inverse is equal to this one, matrix 1/2 minus 1/2 1/2 minus 4 3 minus 1 5/2 minus 3/2 1/2. അങ്ങനെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് 3/3 ഓർഡർഡ് മെട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെട്രിക്സ് P ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഇപ്പോൾ 5 6 7 2 1 3 1 4 8 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി റോ ഓപ്പറേഷൻ കാണാൻ ആവശ്യപ്പെട്ടാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇത് 1 ആക്കുക, പിന്നെ ഇത് രണ്ടും 0 ചെയ്യണം, പിന്നെ ഇത് 1 ഓൾറെഡി ഉണ്ട്, ഇത് രണ്ടും 0 ആക്കണം, ലാസ്റ്റ് ഇത് 1 ആക്കാം. നമ്മളപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെറുതായി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് 1 ആക്കാം, ഇത് 2 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഓപ്പറേഷൻസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ ഈ ഭാഗത്തുള്ള മാർക്ക് നമുക്ക് എന്തായാലും വാങ്ങാം. അപ്പോൾ പൊതുവേ അത്ര ഈസി അല്ല ഈ ഒരു എലമെൻ്ററി ഓപ്പറേഷൻ, കുറച്ച് ടഫാണ്. അപ്പോൾ പറ്റുന്ന കുട്ടികൾ പഠിച്ചു വെക്കുക. ഒരു ആവറേജ് ആൻഡ് എബവ് ആവറേജ് കുട്ടികൾക്കൊക്കെ ഇത് മനസ്സിലാവും. നല്ല ടഫുള്ള കുട്ടികൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആവും പോലെയൊക്കെ ആക്കി, നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറയുന്നത് പോലെ ആകുന്നത് പോലെയൊക്കെ ആക്കി വെക്കുക. അപ്പോൾ ആകാത്തതുകൊണ്ട് പഠിക്കാനൊന്നുമില്ല. ഈ എലമെൻ്ററി റോ ഓപ്പറേഷൻ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ, 1 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു അറേഞ്ച്മെൻറ്റ്സൊക്കെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനെ പഠിക്കണം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എലമെൻ്ററി റോ ഓപ്പറേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇനി നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യണം? എലമെൻ്ററി കോളം ഓപ്പറേഷൻ നോക്കാം. സാധാരണ എലമെൻ്ററി കോളം ഓപ്പറേഷൻസ് എക്സാമിന് വരാറില്ല, എങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, എലമെൻ്ററി കോളം ഓപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാം. A is equal to matrix 1 2 2 minus 1 and find A inverse by using elementary column operations. ഇപ്പോൾ പ്രീവിയസ് കേസ് പോലെ തന്നെ A is equal to I into A അങ്ങനെ എഴുതി വെച്ചു.
ഇപ്പോൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസിൽ 1 0 നമ്മൾ അങ്ങനെ നോക്കും. ഫസ്റ്റ് ഇത് 1 ആക്കും, പിന്നെ ഇത് 0 ആക്കണം. ഇത് 0 ഇത് 1 ചെയ്യണം, അങ്ങനെ ആക്കണം. അതാണ് എലമെൻ്ററി റോ ഓപ്പറേഷനിൽ കണ്ടത്. ഇപ്പോൾ നമ്മൾ എലമെൻ്ററി കോളം ഓപ്പറേഷനിൽ ചെയ്യുമ്പോൾ ഇത് 1 ആക്കണം, ഇത് 0 ആക്കണം. അപ്പോൾ ഇങ്ങോട്ടാണ് പറയാം, അതാണ് മാറ്റം. ഇപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെ. നമ്മൾ നേരത്തെ കണ്ടതിൽ R1 ഗീവ്സ് R1 മൈനസ് 3 R2 അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം കോളം പറയും C1, R1 പകരം C1 C2 ആ ടേംസ് ലെറ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ അത്രേ മാറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ചേഞ്ച് ദിസ് മെട്രിക്സ് ആസ് യൂണിറ്റ് മെട്രിക്സ്. അപ്പോൾ 1 0 ഫസ്റ്റ് ഇത് നമുക്ക് 0 ആക്കണം. ഇതിനെ 0 ആക്കാൻ എന്താ ചെയ്യണം? ഇവിടെ 2 ആണെങ്കിൽ നമുക്ക് 2 മൈനസ് 2 എന്നാക്കാം. അതിനുവേണ്ടി ഇതിനെ മൊത്തം ഈ ഫസ്റ്റ് കോളം മൊത്തം എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇപ്പോൾ ഇതാണ് 1 ഇത് 0 ആക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ അതുപോലെ എഴുതാം 1 2 അല്ലേ. ഇത് ഫിക്സ് ചെയ്തു ഈക്വൽ ടു, അപ്പോൾ അതുപോലെ ഇവിടെ 1 0 ഇത് ഫിക്സ് ചെയ്തു ഇൻറ്റു എ. എന്താ ചെയ്യാൻ പോകുന്നത്? ദിസ് C2 ഈസ് ടു ബി കൺവേർട്ടഡ്. C2 gives C2 minus 2 into C1. First you multiply this column by 2, then you subtract this from this. That's 2 minus ഇവിടെ 2 ആണ്, അപ്പോൾ ഇവിടെ 0 ആവും. To get 2 here, we have to convert this one as 2. First we multiply the entire column, first column with the element 2. അപ്പോൾ 2 minus 2 0. ഇവിടെ -1 -4 ദാറ്റ് ഈസ് -5. സെയിം പ്രൊസീജിയർ നമുക്ക് ഇവിടെയും ചെയ്യണം. എന്ത് ചെയ്യണം? 0 minus 2 ദാറ്റ് ഈസ് -2. 1 minus 0 ദാറ്റ് ഈസ് 1. ബാക്കി അതേപോലെ തന്നെ. ഓക്കെ, ദെൻ ഇപ്പോൾ അങ്ങനെ കിട്ടി 1 0. ഇനി 0 1 ഇതിനെ 1 ആക്കണം. സോ ടു മേക്ക് ദിസ് -5 ആസ് 1 വി ഹാവ് ടു ഡിവൈഡ് ദിസ് നമ്പർ ബൈ -5. ഇവിടെ ബൈ -5 എന്ന് കൊടുത്താൽ -5 by -5 വിൽ ബിക്കം വാട്ട് 1 ആവും. അപ്പോൾ ഇതിനെ നമുക്ക് -5 ആക്കണം അല്ലേ. അപ്പോൾ ഈ കോളം നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തം -5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. C2 ഗീവ് C2 by -5. അപ്പോൾ ബാക്കിയെല്ലാം അതുപോലെ എഴുതാം. 1 2 അതുപോലെ എഴുതി ഈക്വൽ ടു ഇപ്പുറം 1 0 അതുപോലെ എഴുതി ഇൻറ്റു എ. then our operation is what? C2 gives C2 by -5. C2 gives C2 by -5. So C2 is column to this one. 0 by -5 0, -5 by -5 that is 1. Here also this becomes -2 by 5, -2 by -5 that is what? 2 by 5. Both the negatives will get cancelled. Similarly 1 by -5, 1 by -5 becomes what? This minus നമുക്ക് വേണമെങ്കിൽ മുകളിൽ എഴുതാം. -1 by 5 or 1 by -5 both are same. So we arrived this step 1 0. Then only aim is to convert this two as 0, 1 0 and 0 1. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം, ഇത് 0 ആക്കണം. അപ്പോൾ അത് എഴുതണ്ട. ഇപ്പോൾ 0 1 ഈക്വൽ ടു 1 0 ഇപ്പോൾ 2 by 5 minus 1 by 5 a. Okay, so here this 2 is to be converted as 0 1 0 0 1. How do you become this number 2 as 0? ഇവിടെ 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? This 2 minus 2 0. So first we convert this one as 2. For that we have to multiply the entire column C2 by 2. അപ്പോൾ ചെയ്യേണ്ടത് C1 gives C1 minus 2 C2. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് 0 തന്നെ, ഇത് 2 ആവും. അപ്പോൾ 1 minus 0 1, 2 minus 2 0. അതുപോലെ ഇവിടെ 1 minus 2 by 5, 1 minus 2 by 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 minus 2 that is 3 by 5. This becomes what? 3 by 5. Okay, 1 minus 2 into 2 by 5. Okay,
1 minus 2 into 2 by. First you multiply this entire column by 2. Okay. So 2 into 2 by 5. 2 into 2 by 5. So 1 minus 4 by 5. 1 minus 4 by 5. 1 minus 4 by 5. That is equal to what? 5 as common. 1 into 5, 5. 5 minus 4, 1. That is 1 by 5 itself. 1 by 5. Similarly, this 0 minus 2 into minus 1 by 5. അല്ലേ, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് പറഞ്ഞില്ലേ. 2 into minus 1 by 5. That is 0 minus plus ആവും. 2 into 1, 2. 2 by 5. That is what? 2 by 5. So here, see here, this is identity matrix 1 0 0 1. Corresponding matrix obtained here is what? 1 by 5, 2 by 5, 2 by 5 minus 1 by 5. So this matrix into A gives unity matrix, which means what? This is the inverse of the matrix A. So A inverse is equal to what? A inverse is equal to matrix 1 by 5, 2 by 5, 2 by 5 minus 1 by 5. So this way we can calculate inverse of every square matrix if it exists. So that is all about this chapter. അങ്ങനെ മെട്രിക്സ് ചാപ്റ്റർ നമ്മളിവിടെ നിർത്തുവാണ്. മെട്രിക്സ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ന്യൂസ് പേപ്പറുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് മെട്രിക്സിലേക്ക് വന്നത്. പിന്നെ റോ കോളം പഠിച്ചു, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. പിന്നെ പഠിച്ചു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, സ്കേലാർ എലമെൻ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, പിന്നെ ട്രാൻസ്പോസ് പഠിച്ചു, സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രിക് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻവേഴ്സ് if the inverse of a matrix if it exists is unique അല്ലെ. ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറെൻ്റ് റിസൾട്ട്സ്, എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, എ ബി ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്, അങ്ങനെ ഒരുപാട് പഠിച്ചു. ലാസ്റ്റ് പഠിച്ചത് എലമെൻ്ററി ഓപ്പറേഷൻസ്. So 2 types of elementary operations are here. First one is elementary row operation, then column operation. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മറ്റേത് ഓട്ടോമാറ്റിക് ആവും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്ററി റോ ഓപ്പറേഷനാണ്. അപ്പോൾ അത് ശരിക്കും പഠിക്കുക. അപ്പോൾ 2 ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സിൽ 2 ചാപ്റ്റർ കഴിഞ്ഞു. 2 സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു. ഫസ്റ്റത്തെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അത് +1 ബാക്കി ഭാഗം. പിന്നെ പഠിച്ചത് മെട്രിസസ്, അത് വളരെ സിമ്പിളായ ചാപ്റ്റർ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു ചാപ്റ്ററിലേക്ക് പോകാം. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു ഭാഗം ഡിറ്റർമിനൻറ്റ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് ഈസി ആയിരിക്കും, അതിലേക്ക് പോകാം. അപ്പോൾ അതുവരെ ഓക്കെ.